ഹായ് എവരിവൺ, വെൽക്കം ടു വണ്ടേഴ്സ് വീൽസ്. ഇറ്റ്സ് മീ അസ്ലം അസീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നിങ്ങളിൽ പല ആൾക്കാർക്കും ഒരു ആഗ്രഹമായിരിക്കും UK അല്ലെങ്കിൽ യൂറോപ്പിൽ ഒരു ട്രക്ക് ഡ്രൈവർ ആവുന്നുള്ളത്. അപ്പോൾ UK ഒരു ട്രക്ക് ഡ്രൈവർ ആയിക്കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ GCC കൺട്രീസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനെക്കാട്ടി 10 times ആണ് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇവിടെ വണ്ടി ഓടിക്കുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ റൂൾസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുള്ളത്. അപ്പോൾ ഞാൻ റീസെൻ്റ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടതിന് പിന്നാലെ എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിരുന്നു. അതിൽ ഒരുപാട് പേര് ചോദിച്ചു എനിക്ക് സൗദിയിൽ ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ദുബായിൽ ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക, GCCയിലെ എക്സ്പീരിയൻസ് ഇവിടെ കൗണ്ട് ആവത്തില്ല. ഇവിടുത്തെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ലൈസൻസ് കിട്ടിയ ശേഷം ഇവിടുത്തെ എക്സ്പീരിയൻസ് കൗണ്ട് ആവത്തുള്ളൂ. പിന്നെ GCCയിലെ നിയമമല്ല ഇവിടുത്തെ നിയമം. ഇവിടുത്തെ വളരെ ഡിഫറൻ്റ് ആയിട്ട് നിയമമാണ്. ഇവിടെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ടാക്കോ എന്ന് പറഞ്ഞ മെഷീനാണ് നമ്മുടെ ഡ്രൈവിംഗ് അവേഴ്സ്, നമ്മുടെ വർക്കിംഗ് അവേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വണ്ടി ഓടിക്കുന്നതിനെക്കാട്ട് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുള്ളത്. അപ്പോൾ ഞാൻ നിൽക്കുന്നൊരു കാര്യം ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ട്രക്ക് ലൈസൻസ് കിട്ടി, UK ട്രക്ക് ലൈസൻസ്. അത് ട്രെയിലർ ആവാം, ക്ലാസ് 2 ആവും. ക്ലാസ് 2 നമ്മൾ നല്ല ചെറിയ റിജിഡ് വണ്ടി എന്നൊക്കെ പറയും, ഒറ്റ ബോക്സുള്ള വണ്ടി ഏതും ആയിക്കോട്ടെ. HGBയിൽ ഒരു കാറ്റഗറി നിങ്ങൾക്ക് ലൈസൻസ് കിട്ടി. അപ്പോൾ നിങ്ങളുടെ ഷിഫ്റ്റിന് പറയാണ്, നിങ്ങളുടെ 8 o'clock നിങ്ങൾ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഡെയിലി വോക്കർ ചെക്ക് നടത്താറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ട്രെയിലർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി വോക്കർ ചെക്ക് നടത്താറുണ്ട്. ഈ ഡെയിലി വോക്കർ ചെക്ക് എന്ന് പറയുന്നത് ഒരു സേഫ്റ്റി ഇൻസ്പെക്ഷൻ ആണ്. നമ്മൾ ഈ ട്രക്കും ട്രെയിലറും ഇൻസ്പെക്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ഡെയിലി വോക്കർ ചെക്ക് എന്ന് പറയുന്നത്. അത് UK എല്ലാ ഡ്രൈവേഴ്സും നിർബന്ധമായും ചെയ്തിരിക്കണം. അത് നോ കോംപ്രമൈസ് ആണ്, ചെയ്തിരിക്കണം. ചെയ്യാണ്ട് വണ്ടി എടുക്കാൻ പാടില്ല എന്നതിന്. അതെന്തിനാണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ചിരിക്കുകയാണ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ടയർ പഞ്ചറായെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ റോഡിൽ പുള്ളേർ പറയുമ്പോൾ DVL വരും, DVL അല്ലെങ്കിൽ പോലീസേഴ്സ് വരും നമ്മുടെ ഇഷ്യൂ അറിയാൻ വേണ്ടിയിട്ട്. അവർ വന്ന സമയത്ത് അവർ വണ്ടി ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫോൾട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ ഒരു ലീഗൽ ആക്ഷൻ വരാൻ ചാൻസ്, നമുക്ക് ചിലപ്പോൾ ഫൈനായിട്ട് വരാം, അല്ലെങ്കിൽ നമ്മുടെ ലൈസൻസ് പോയിൻ്റ് ആയിട്ട് വരും. അപ്പോൾ അതൊക്കെ ഒരു ഇഷ്യൂ ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെയിലി ഈ വോക്കർ ചെക്ക് നടത്തുന്നത്. അപ്പോൾ ഈ വീഡിയോ 1-2 പാർട്ടാക്കിയാണ് തിരിച്ചേക്കുന്നത്, വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡ്രൈവർ ഞാൻ പറഞ്ഞ പോലെ ഡെയിലി സേഫ്റ്റി വോക്കർ ചെക്കാണ്. അതിൽ എക്സ്റ്റീരിയറിൽ ഈ ഡ്രൈവർ എന്തൊക്കെ ചെക്സ് ആണ് നടത്തേണ്ടതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് പല ആൾക്കാരും എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു, ബ്രോ എനിക്ക് ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നാട്ടിലെ എക്സ്പീരിയൻസ് അല്ല ഇവിടുത്തെ എക്സ്പീരിയൻസ്. വണ്ടി ഓടിക്കുന്നതൊക്കെ സെയിം ആണ്, പക്ഷേ ഈ സേഫ്റ്റി ചെക്സ് ഒന്നും നമ്മുടെ നാട്ടിലില്ല, സിസ്റ്റം ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇതൊക്കെ ചെയ്തിട്ടാണ് ഒരു ഡ്രൈവർ അവിടെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ വണ്ടി ഓടിക്കുന്നതിനെക്കാട്ട് ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ സേഫ്റ്റി ചെക്ക് ചെയ്യാനും ഈ ടാക്കോ എന്ന് പറഞ്ഞ മെഷീൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും. അപ്പോൾ എക്സ്റ്റീരിയറിൽ ഡ്രൈവർ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി. അപ്പോൾ ഇതാണ് ഇവിടെ നോർമൽ എല്ലാ വണ്ടിക്കും ഒരു ചാവിയുമ്പോൾ തന്നെ ഒരു വേറെ സെപ്പറേറ്റ് ബട്ടൺ ഉണ്ടാവും. ഇപ്പോഴത്തെ പുതിയ മോഡൽ എല്ലാ വണ്ടിയും ഉണ്ടാവും. ആ ബട്ടൺ ചെക്ക് കഴിഞ്ഞാൽ എല്ലാ ലൈറ്റും വർക്കാവും, റിവേഴ്സ് ലൈറ്റും ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്റർ ലൈറ്റും എല്ലാ ലൈറ്റും വർക്കാവും. അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് എൻ്റെ വണ്ടി എടുക്കുക ഞാൻ ഫസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് എൻ്റെ ചാവി. അപ്പോൾ ഈ ചാവിമേ ഒരു ബട്ടൺ കണ്ടില്ലേ, ഈ ബട്ടൺ ചെക്ക് കഴിഞ്ഞാൽ വണ്ടിയുടെ എല്ലാ ലൈറ്റ്സും ഓൺ ആവും. അതായത് ഹെഡ് ലൈറ്റ്, ബ്രൈറ്റ് ലൈറ്റ്, ഫോഗ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ ലൈറ്റ് എല്ലാ ലൈറ്റും ഓൺ ആവും. ഈ സെയിം മെത്തേഡ് നമ്മൾ വണ്ടിയുടെ ബാക്കിൽ ചെന്ന് നോക്കണം. അവിടെ റിവേഴ്സ് ലൈറ്റ്, ഈ പറഞ്ഞ ഇൻഡിക്കേറ്റർ ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ് ഒക്കെ വർക്ക് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. ഇതാണ് ഞാൻ ചെയ്യാറ്. ഓരോ ഡ്രൈവേഴ്സും ഓരോ ടൈപ്പ് മെത്തേഡായിരിക്കും. എൻ്റെ വണ്ടിയുമ്പോൾ ട്രെയിലർ ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് അൺകപ്പിൾ ചെയ്യാൻ പറ്റാത്തത് കണ്ടത്. വണ്ടി ബാക്ക് റിവേഴ്സ് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻഡിക്കേറ്റർ എല്ലാ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ എല്ലാ സൈഡും നോക്കണം നമ്മൾ. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട വേറെ കാര്യമാണ് ഇൻഡിക്കേറ്റർ ലൈറ്റ്, ഈ റിഫ്ലക്ടർ ലൈറ്റ്, ഈ ലൈറ്റും വർക്ക് ചെയ്യണം. നമ്മൾ പ്രധാനമായും ചെക്ക് ചെയ്യണം. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഈ എല്ലാ സ്ഥലത്തും ലൈറ്റ്, ഒരു ലൈറ്റ് പോലും ഫ്യൂസ് ആകാൻ പാടില്ല, എല്ലാ ലൈറ്റും വർക്കിംഗ് ആവണം. അതെ, എല്ലാ ലൈറ്റും ഇവിടെ എല്ലാ ലൈറ്റും റിഫ്ലക്ട് ലൈറ്റൊക്കെ വർക്ക് ആവുന്നുണ്ട്, ഈ സൈഡിലൊക്കെ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് ആണ്. ഗ്ലാസും എന്തെങ്കിലും ക്രാക്സോ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ഡീറ്റെയിൽ ചെക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ വൈപ്പർ ബ്ലേഡ്സ് ഫംഗ്ഷനിങ് ആണ് നമ്മൾ വർക്ക് ചെയ്യണം. അത് ഉള്ളിൽ കയറിയിട്ട് നമ്മൾ വൈപ്പർ ഓൺ ആക്കിയാൽ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ആ വൈപ്പറിൻ്റെ ബ്ലേഡ് മര്യാദക്ക് പ്രോപ്പറായിട്ട് വെള്ളം എടുക്കുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. അത് വൈപ്പർ ഉള്ളിൽ നിന്ന് ഓൺ ആക്കി വെക്കണം. പുറമേ നമ്മൾ ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്ത് നോക്കണം. ഗ്ലാസ്സിൽ എന്തെങ്കിലും ക്രാക്സോ വിൻസ്ക്രീൻ പ്രോപ്പറായിട്ട് നോക്കണം, ക്ലീൻ ആണോ നോക്കണം. ഫ്രണ്ട് ഗ്ലാസ് നമ്മൾ എല്ലാ സൈഡും നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ ഗ്ലാസും നമ്മുടെ ഈ കാണുന്ന ഗ്ലാസും എല്ലാ ഗ്ലാസും നമ്മൾ ക്ലീൻ ആണ് നമ്മൾ സെക്യൂർ ചെയ്യണം. എന്നാലേ ആ മെത്തേഡ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. കാരണം നമ്മളാണ് വണ്ടി ഓടിക്കുന്നത്, നമ്മളാണ് റിസ്ക് എടുക്കേണ്ടത്. അപ്പോൾ നല്ല ഡീറ്റെയിൽ ചെയ്ത് ചെക്ക് ചെയ്യണം. പിന്നെ ചെയ്യാനുള്ള അടുത്തൊരു ചെക്കാണ് മിറർ ക്ലീൻ ആണ്. നമ്മുടെ വണ്ടിക്ക് ഓട്ടോമാറ്റിക് ക്യാമറ ആയതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലാണ് സ്ക്രീൻ, അതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റുള്ള വണ്ടികൾ ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ മിറേഴ്സാണ്. അപ്പോൾ മിറേഴ്സ് ക്ലീൻ ആണെന്ന് നമ്മൾ സെക്യൂർ ആക്കണം. കാരണം നമുക്ക് മിററിൻ്റെ കാണാൻ പറ്റത്തുള്ളൂ.
പ്രധാനമായി ചെയ്യേണ്ട വേറൊരു മെത്തേഡാണ് ടയർ ചെക്ക് ചെയ്യുന്നുള്ളത്. എല്ലാ ടയറും നമ്മൾ മാനുവൽ ചെക്ക് ചെയ്യണം. മാനുവൽ ചെക്ക് ചെയ്യാനായിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഇതൊരു ചെറിയ ഡിവൈസ് പോലെയാണ്. കണ്ടോ, ഇതൊരു നമുക്ക് ടയറിൻ്റെ ഇവിടെ UK ടയറിനൊരു ത്രെഡ് ലെങ്ത് ഉണ്ട്. ആ ലെങ്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നമ്മുടെ നാട്ടിലെ പോലെയല്ല ടയറിൻ്റെ കട്ട തീരുന്നവരെ ഓടാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ ഈ സ്റ്റിക്ക് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇവിടെ തള്ളിക്കഴിഞ്ഞാൽ കാണാം ആ കമ്പി ഉള്ളിലേക്ക് പോയി കിടക്കും. അപ്പോൾ ഇത് പച്ചയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ടയറിൻ്റെ ഗ്രിപ്പ് കുഴപ്പമില്ല. ഓരോ സൈഡിൽ നമ്മൾ ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം ആണല്ലേ, ഉള്ളിലേക്ക് ഇട്ട ശേഷം ഈ നമ്മൾ ഗ്രിപ്പ് നോക്കണം. ഈ ഗ്രിപ്പ് ഈ മുമ്പ് കാണാൻ പറ്റും വീഡിയോയിൽ കാണാം, മഞ്ഞ വണ്ടിയില്ലേ, ഇതിങ്ങനെ മഞ്ഞായി റെഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടയർ ഇല്ലീഗലാണ്. ഇത് വെച്ച് ഓടിച്ചു കഴിഞ്ഞ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഫൈനാണ്. അങ്ങനെ നമ്മൾ ഈ എല്ലാ ടയറും നമ്മൾ ചെക്ക് ചെയ്യണം. എല്ലാ ടയറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ കമ്പനി ഡീറ്റെയിൽ ഇൻസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ടയറും എല്ലാ ടയറുമേ പോയിട്ട് ഇതുപോലെ ചെക്ക് ചെയ്യണം. ഇതെല്ലാ വണ്ടിയുമേ എല്ലാ കമ്പനിക്കാരും കൊടുത്തിട്ടുണ്ടാവും. എല്ലാ വണ്ടിയുമേ ടയറുമേ കൊണ്ടുവച്ച ശേഷം ചെക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ടയറുമേ എന്തെങ്കിലും കട്ട്സോ ബൾജസോ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. എല്ലാ ടയറുമേ ചെക്ക് ചെയ്യണം കേട്ടോ. ഇതൊരു ടയർ ഞാൻ മാത്രം കാണിക്കണമെന്നുള്ളൂ. എല്ലാ ടയറുമേ കട്ട്സോ ബൾജസോ നമ്മൾ ടയറിൻ്റെ എയർ പ്രഷർ വരെ നമുക്ക് ചെക്ക് ചെയ്യണം. അതൊക്കെ വണ്ടിയിൽ നമ്മൾ ഉള്ളിൽ സ്ക്രീനിൽ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും ഓരോ ടയറിൻ്റെ എന്തെങ്കിലും ടയറിലെ വേരിയേഷൻ ഉണ്ടോ എയറിൻ്റെ ഉള്ളിൽ. പിന്നെ അതോടൊപ്പം ചെക്ക് ചെയ്യേണ്ട വേറെ സംഭവമാണ് വീൽ നട്ട്സ് എന്ന് പറയുന്നത്. ഈ സാധനം ഇതൊരു ക്യാപ്പാണ്. ഇതെല്ലാ UK എല്ലാ ടയേഴ്സും ഇത് വെച്ചിട്ടുണ്ടാവും. ഇത് ഓപ്പോസിറ്റ് ആക്കിയാണ് വെച്ചേക്കുന്നത്. അതായത് ഇത് ലൂസാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏതെങ്കിലും സൈഡിൽ തിരിഞ്ഞിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ആ സ്ക്രൂ ലൂസാണെന്ന്. ടൈറ്റിന് ശേഷം ഈ ക്യാപ്പ് നമ്മൾ ഇട്ട് വെക്കണം. വെക്കണ്ട, ക്യാപ്പ് ഊരാൻ പറ്റും. ഇത് ഇട്ട് വെക്കണം. അതായത് ഇത് എവിടേക്ക് തിരിഞ്ഞിക്കണമെന്ന് മനസ്സിലാക്കുക ആ സ്ക്രൂ ലൂസിനെന്ന്. അപ്പോൾ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാ വീലും ഈ സാധനം വെച്ചിട്ടുണ്ട്. ഇത് മിക്ക ട്രെയിലറുമേ ഉണ്ടാവുകയും ചെയ്യും, ട്രക്കും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഈ ലൂസിന് നമുക്കത് അറിയാൻ പറ്റും. ഇത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സ്ക്രൂ ലൂസർ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതൊരു പോയിൻ്റാണ്. പിന്നെ ചെയ്യേണ്ടത് നമ്മളെല്ലാം ചെക്ക് ചെയ്യണ പോലെ വാഷർ ലിക്വിഡ്, നമ്മുടെ പൈപ്പിനുള്ള ലിക്വിഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിൻ്റെ ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ക്യാപ്പ്. നമ്മൾ തുറന്നുമ്പോൾ നോക്കണം ഇതിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ആവശ്യമുണ്ടോയെന്ന്. ഇപ്പം എൻ്റെ വണ്ടിയിൽ ഏകദേശം ലിക്വിഡ് തീരാറായി. ഫില്ല് ചെയ്യണമെങ്കിൽ റീഫിൽ എൻ്റെ വണ്ടിയിലുണ്ട് എന്തായാലും. അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് നമ്മൾ ഒറ്റ നോട്ടത്തിലൊക്കെ നോക്കാം. എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടോയെന്നേ, എല്ലാം പോയിട്ടുണ്ടോയെന്നാ, എന്തെങ്കിലും ലീക്ക് ഉണ്ടോയെന്നാ, അങ്ങനെ കാര്യം ഡീറ്റെയിലും ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒന്നും ഇഷ്യൂസ് ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഇൻസ്പെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആയി. ഇത് ക്ലോസ് ചെയ്യാം. പിന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യം നമ്പർ പ്ലേറ്റ് ആണ്. നമ്പർ പ്ലേറ്റ് എപ്പോഴും വിസിബിൾ ആയിരിക്കണം. ഇവിടെ ചെളി കാര്യങ്ങൾ ഇപ്പോൾ വണ്ടി എത്ര അലമ്പാണെങ്കിൽ പോലും, കഴുകാണ്ട് കിടക്കുന്ന വണ്ടിയിൽ പോലും നമ്പർ പ്ലേറ്റ് എപ്പോഴും വിസിബിൾ ആയിരിക്കണം. അത് ഫ്രണ്ടും ബാക്കും ഫുൾ ടൈം വിസിബിൾ ആയിരിക്കണം. വണ്ടി ഓയിലേക്ക് ചെക്ക് ചെയ്യാണ്ട് അതിന് നമ്മൾ വണ്ടിയുടെ അടിയിൽ, അതായത് നമ്മുടെ എഞ്ചിൻ്റെ സൈഡ് നമ്മൾ ജസ്റ്റ് അടിയിലേക്ക് നോക്കിയാൽ മതി. ഫ്യൂലോ ഓയിൽ ലീക്കോ അങ്ങനെ ഇതിൽ നോക്കാനുണ്ട്. പിന്നെ ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഫ്യൂൽ ക്യാപ്പ് സെക്യൂർ ആണെന്ന് നോക്കുക. ഇത് ലോക്കാണ്. ലോക്കാണ് തിരിയുന്നത്. ലോക്ക് അല്ലെങ്കിൽ നമുക്ക് ഊരാൻ പറ്റും. ഫ്യൂൽ ക്യാപ്പ് സെക്യൂർ ആണെന്ന് നോക്കുക. അതോടൊപ്പം തന്നെ ഫ്യൂൽ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ നോക്കുക. പിന്നെ ഓയിൽ ലീക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കേണ്ട ആവശ്യമുണ്ട്. അത് ഉള്ളിൽ നോക്കണം. പിന്നെ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ മഡ് ഗാർഡാണ്. മഡ് ഗാർഡിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നമ്മൾ നോക്കണം. സെക്യൂർ ആണ്. അത് ഇവിടെ ചെറിയൊരു ക്രാക്ക് ഉണ്ട്, പക്ഷേ അത് പ്രശ്നമല്ല. മഡ് ഗാർഡ് സെക്യൂർ ആണ്. ഇത് മഡ് ഗാർഡ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഇതുണ്ട്, ക്ലാമ്പ് ഉണ്ട്. അപ്പോൾ അത് സെക്യൂർ ആണ്. വേറെ ഇഷ്യൂസും കാര്യമൊന്നുമില്ല. ഇതൊക്കെ എല്ലാ സൈഡിലും ചെക്ക് ചെയ്യണം കേട്ടോ. ഈ ഒരു സൈഡിൽ ജസ്റ്റ് കാണിക്കണമെന്നുള്ളൂ. നമ്മുടെ ട്രക്കിൻ്റെ എല്ലാ സൈഡിലും നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ബോഡി ചെക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇഷ്യൂസ് ഒന്നും കണ്ടുപിടിക്കാം. വേറെ ഇഷ്യൂസ് നമ്മുടെ വണ്ടിക്കൊന്നും ഇല്ല. പിന്നെ ബോഡി മേലെ ക്രാക്സോ, ഇപ്പോൾ ഇത് ചെറിയ ക്രാക്ക് ഉണ്ട്. ഇതൊക്കെ മൈനർ ഇഷ്യൂസാണ്. വലുതായിട്ട് എന്തെങ്കിലും ക്രാക്ക് ഉണ്ട്, മൊത്തം ഡീറ്റെയിൽ നോക്കണം. പിന്നെ എല്ലാ വണ്ടി നമ്മൾ എടുക്കുമ്പോഴും നമ്മൾ പേഴ്സണലി നമ്മുടെ വണ്ടിക്ക് പുതിയൊരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ 1-2 ഫോട്ടോസ് എടുത്ത് വെക്കുക. കാരണം ചിലപ്പോൾ മുമ്പത്തെ ഡ്രൈവർ കൊണ്ട് എന്തെങ്കിലും പണി തന്നു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ തലയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. വണ്ടിയിൽ എന്തെങ്കിലും ക്രാക്സോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക ബോഡിയുമേ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഡ്രൈവർ ബേസിക്കായിട്ട് ചെയ്യേണ്ട ചെക്സ് എന്ന് പറയുന്നത്. എക്സ്റ്റീരിയർ ചെക്സ് ആണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഫിഫ്ത്ത് വീല് ചെക്ക് ചെയ്യാനുണ്ട്, നമ്മുടെ കേബിൾ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.